ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിച്ചിരുന്നുവെന്ന് നമുക്ക് ഇന്ന് വിശ്വസിക്കാൻ പറ്റാത്ത പല സ്ഥലങ്ങളുമുണ്ട് ഭൂമുഖത്ത്. അതിലൊന്നാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത്. അബുദാബിയിലെ അലയിലെ ഹിലി പുരാവസ്തു പാർക്ക്. എനിക്ക് പിന്നിൽ ഈ കാണുന്നത് ആളുകളെ 2000 BC കാലഘട്ടത്ത് കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്ന ഒരു ഇടമാണ്. ഏതാണ്ട് 12 മീറ്റർ ചുറ്റളവാണ് ഇതിനുള്ളത്. അതോടൊപ്പം തന്നെ 4 മീറ്റർ ഉയരത്തിൽ കൽപ്പടവുകൾ കെട്ടിയുണ്ടാക്കിയിട്ടുമുണ്ട്. കല്ലുകൾ കെട്ടിയുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പോരാ, വലിയ പാറക്കഷ്ണങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 2 കവാടങ്ങളാണ് ഈ ശവക്കല്ലറയ്ക്കുള്ളത്. അതിൽ ഒരു ഭാഗത്ത് നമ്മൾ നോക്കിയാൽ കൃത്യമായിട്ട് കാണാം മനുഷ്യരുടെയും അതേപോലെ മൃഗങ്ങളുടെയും ചിത്രങ്ങൾ കല്ലിൽ കൊത്തിയെടുത്തിട്ടുണ്ട്. ആ കാലഘട്ടത്ത് 2000 കാലഘട്ടത്ത് എങ്ങനെയാണ് കല്ലിൽ ശില്പങ്ങൾ കൊത്തിയെടുത്തിരുന്നത്, ആളുകളുടെ കരവിരുത് എത്രത്തോളമായിരുന്നു എന്നൊക്കെ വ്യക്തമാക്കുന്നതാണ് ഇത്. മാത്രമല്ല ശവക്കല്ലറയുടെ അടുത്തുള്ള കല്ലിലാണ് ഇങ്ങനെയുള്ള ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളത്. അപ്പോൾ മരിച്ചവർക്ക് മനുഷ്യർ നൽകുന്ന, ആ കാലഘട്ടത്തെ മനുഷ്യർ നൽകിയിരുന്ന പ്രാധാന്യം കൂടി നമുക്കിത് വ്യക്തമാക്കുന്നുണ്ട്. അലൈൻ ഹിലിയിലെ ഈ പുരാവസ്തു പാർക്കിനെ കുറിച്ച് പല തവണ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ നിരവധി ദൃശ്യങ്ങളും കണ്ടിട്ടുണ്ടാകും. അതൊക്കെ പകൽ വെളിച്ചത്തിലായിരിക്കും. രാത്രി കാലത്ത് എങ്ങനെയാണ് ഹിലി? ആ കാഴ്ചകളാണ് ഇനി നമ്മൾ കൂടുതലായി കാണാൻ പോകുന്നത്. ഹിലി പുരാവസ്തു പാർക്കിന് നിരവധി പ്രത്യേകതകളുണ്ട്. പലയിടങ്ങളിലായി നമുക്ക് BC കാലഘട്ടത്തെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശവക്കല്ലറകൾ നമുക്ക് കാണാൻ കഴിയും. ആ ശവക്കല്ലറകളൊക്കെ അതുപോലെ സംരക്ഷിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഇവിടെയുള്ള പാർക്കുകളും നടപ്പാതകളും ഒക്കെയാണ്. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒപ്പം എത്തി ഇഷ്ടംപോലെ സമയം ചെലവിടാം. നമ്മൾ ഇവിടെ രാത്രിയിൽ വരാൻ തന്നെ ഒരു കാരണമുണ്ട്. രാവിലെ 7 മണിക്കാണ് ഈ പാർക്ക് തുറക്കുക. പിന്നീട് ഈ പാർക്ക് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും, സന്ദർശകരെ സ്വീകരിച്ചു കൊണ്ടിരിക്കും അർദ്ധരാത്രി വരെ. പുലർച്ചെ 12 മണി വരെ നീണ്ടു നിൽക്കും. ചില സമയങ്ങളിൽ പുലർച്ചെ 1 മണി വരെ സന്ദർശകർക്ക് ഇങ്ങോട്ട് പ്രവേശനം അനുവദിക്കും. അലൈൻ മുനിസിപ്പാലിറ്റിക്ക് കീഴിലാണ് ഹിലി ആർക്കിയോളജിക്കൽ പാർക്ക് വരുന്നത്. അബുദാബി എമിറേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അലൈൻ സിറ്റിയിൽ നിന്നും ഏതാണ്ട് 10 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ നമുക്ക് ഇവിടെ എത്താം. ഇവിടേക്കുള്ള യാത്രയിൽ നമുക്ക് മറ്റൊരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കൂടി കാണാം. UAEയുടെയും ഒമാന്റെയും അതിർത്തി. 2 രാജ്യങ്ങളുടെയും അതിർത്തിയോട് ചേർന്നുള്ള റോഡിലൂടെയാണ് നമ്മൾ ഹിലി ആർക്കിയോളജിക്കൽ പാർക്കിലേക്ക് വരിക. ചരിത്രം, പുരാവസ്തു ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് വിനോദത്തിനു കൂടി ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ ധാരാളം ഇടമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുടുംബത്തോടൊപ്പം എത്തി ഈ പുൽപ്പരപ്പിൽ ഇരുന്ന് സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാനും സമയം ചെലവിടാനും ഒക്കെ സൗകര്യമുണ്ട്. സൈക്കിൾ ഓടിക്കാൻ സൗകര്യമുണ്ട്. ഇങ്ങനെ ആധുനികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു പാർക്ക് കൂടിയാണ് ഹിലി എന്ന് പറയുന്നത്. ഒരു പുരാവസ്തു ഗവേഷണ കേന്ദ്രം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് വിനോദത്തിനു കൂടി നിരവധി അവസരങ്ങൾ നൽകുന്ന ഒരു പുതിയ വിനോദ കേന്ദ്രം. അബുദാബിയിലെ ഏറ്റവും ഉയരമേറിയ സ്ഥലമാണ് ജബൽ ഹഫീത്ത് മലനിരകൾ. ആ ജബൽ ഹഫീത്ത് മലനിരകളുടെ താഴ്വാരത്തിലാണ് ഹിലി ആർക്കിയോളജിക്കൽ പാർക്ക് ഉള്ളത്. ജബൽ ഹഫീത്ത് മലനിരകൾ ഏതാണ്ട് BC 5000 കാലഘട്ടത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ യുനെസ്കോയുടെ പ്രത്യേക പരിഗണനയൊക്കെ ഉള്ള സ്ഥലമാണ് ജബൽ ഹഫീത്ത് മലനിരകൾ. അതിന്റെ താഴ്വാരത്തുള്ള ഈ പാർക്കിനും അത്രത്തോളം തന്നെ പ്രാധാന്യമുണ്ട്. ഏതാണ്ട് BC 3000 കാലഘട്ടത്തിലെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് ചെമ്പ് യുഗത്തിലെ അവശിഷ്ടങ്ങളാണ് ലഭിച്ചിട്ടുള്ളതിൽ പലതും. ആ കാലഘട്ടത്തെ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തെ മനുഷ്യരെ സംസ്കരിച്ചിരുന്ന ശവക്കല്ലറകളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. UAEയിലെ തന്നെ ഏറ്റവും പൗരാണികമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഹിലി ആർക്കിയോളജിക്കൽ പാർക്ക്. ഹിലി പുരാവസ്തു പാർക്കിലെ രാത്രി കാഴ്ചകൾ കാണാൻ നമ്മൾ എന്തിനെത്തി, അല്ലെങ്കിൽ രാത്രിയിൽ എന്ത് പ്രത്യേകത എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ആകാശത്ത് ഈ കാണുന്ന കാഴ്ച. നമ്മളോട് ചേർന്ന് ആകാശം നിൽക്കുന്നത് പോലെ ഇവിടെ നിന്നുമുള്ള കാഴ്ചയിൽ നമുക്ക് തോന്നും. ആകാശത്തിന്റെ ഉയരം കുറഞ്ഞതുപോലെ നമുക്ക് തോന്നും. നമ്മൾ ആകാശത്തിനോട് കുറച്ചുകൂടി അടുത്ത് ചേർന്ന് നിൽക്കുന്നത് പോലുള്ള ഒരു തോന്നൽ. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ നിന്നുമുള്ള രാത്രി കാഴ്ചകൾ. പാർക്കിന്റെ കൃത്യമായ മധ്യത്തിൽ അതിമനോഹരമായ ഒരു പള്ളിയുണ്ട്. വർഷങ്ങളുടെ, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പള്ളിയാണ്. മാത്രമല്ല ഇതിന്റെ നിർമ്മിതിയൊക്കെ നമ്മൾ സാധാരണ ദുബായ് നഗരത്തിലോ ഷാർജയിലോ ഒക്കെ കാണുന്നത് പോലെയല്ല. ഒരു പുരാവസ്തു പാർക്കിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ പള്ളിയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പാർക്കിൽ എത്തുന്നവർക്ക് പ്രാർത്ഥനാ സമയമായാൽ ഇവിടെ എത്തി ശുദ്ധി വരുത്തി
പ്രാർത്ഥിക്കാം. പുരാവസ്തു ഗവേഷണം നടത്തിയ സ്ഥലമാണ് ഇത്. നിരവധി പുരാവസ്തുക്കൾ BC കാലഘട്ടത്തിലേത് ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല UAE തന്നെ ആദിമ കാലഘട്ടത്ത് മനുഷ്യവാസം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. പണ്ട് മനുഷ്യൻ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാതെ ചുറ്റിത്തിരിഞ്ഞ് നടന്നിരുന്ന കാലഘട്ടം. BC കാലഘട്ടത്തിൽ മനുഷ്യൻ എത്തുകയും ഇവിടെ തമ്പടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു, കൃഷിയും ചെയ്തിരുന്നു. അലൈൻ ഇന്ന് UAE തന്നെ ഒരു കൃഷിഭൂമിയായി മാറിയതിൽ ആദിമ കാലഘട്ടത്തിൽ ഇവിടെ താമസിച്ചിരുന്നവർക്കും കാലാവസ്ഥയ്ക്കും ഒരുപോലെ പങ്കുണ്ട്. ചെമ്പുയുഗത്തിൽ അഥവാ ബ്രോൺസ് ഏജിൽ മനുഷ്യർ ഇവിടെ കൃഷി ചെയ്തിരുന്നതിന്റെ പല തെളിവുകളും പുരാവസ്തു ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പകൽ സമയത്ത് ഇവിടെ എത്തിയാൽ ഈ കല്ലും മണ്ണും പുല്ലും കാഴ്ചകളും പലതരത്തിലുള്ള ചരിത്രം നമുക്ക് പറഞ്ഞു തരും. പല കാലഘട്ടത്ത് ഇവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ കുറിച്ച്, അവരുടെ ജീവിത രീതിയെക്കുറിച്ച്, അവരുടെ കലയെക്കുറിച്ച്, അവരുടെ യാത്രകളെക്കുറിച്ച്, അവർ എങ്ങനെ കഴിഞ്ഞിരുന്നു എന്ന് നമുക്ക് ഓരോന്നും പറഞ്ഞു തരും. അവരുടെ അവിശ്വസനീയമായ ജീവിതത്തെക്കുറിച്ച് ഇവയെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തും. പകലിൽ നിന്ന് വ്യത്യസ്തമായി രാത്രിയിൽ ഇവിടെ എത്തിയാൽ കാണാൻ കഴിയുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇത്. ഈ വെളിച്ച വിന്യാസം തന്നെയാണ് കുട്ടികളെയൊക്കെ വല്ലാതെ ആകർഷിക്കുക. അതോടൊപ്പം തന്നെ വെളിച്ചവും വെള്ളവും ചേർന്നിട്ടുള്ള ഫൗണ്ടൈനുമുണ്ട്. ഇത്തരത്തിലുള്ള കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടിയാണ് രാത്രിയിൽ വൈകുന്നേരങ്ങളിൽ ഈ പാർക്കിൽ എത്തണമെന്ന് പറയുന്നത്. ഹിലി ആർക്കിയോളജിക്കൽ പാർക്കിലെ അതിമനോഹരമായ കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇനി എപ്പോഴാണ് ഈ പാർക്കിലേക്ക് വരാവുന്ന സമയം? രാവിലെ 7 മണി മുതൽ. വെള്ളിയാഴ്ചകളിൽ ഈ സമയത്തിന് മാറ്റമുണ്ടാകും. എത്ര വരെ സമയം ഇവിടെ ചെലവിടാം? രാത്രി 12 മണി വരെ, ചിലപ്പോൾ രാത്രി 1 മണി വരെയും ഇവിടെ നമ്മളെ ചെലവിടാൻ അനുവദിക്കും. പ്രവേശനം സൗജന്യമാണ്. ചരിത്രം പഠിക്കാം, രാക്കാഴ്ചകൾ കാണാം. ഇനി പകലാണെങ്കിൽ ചരിത്രത്തെ കൂടുതൽ അടുത്തറിയുകയും ചെയ്യാം. ഏതായാലും UAE-യിലെത്തിയാൽ, അലൈനിലെത്തിയാൽ ഹിലിയിൽ വരാതെ പോകരുത്.